27 പേരുണ്ട്. സമയം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുകളുണ്ട്. വർഷങ്ങളായി ഇങ്ങനെ ഒരു ഓഫീസ് വേണം എന്ന ആവശ്യവുമായി നമ്മുടെ നാട്ടിലുള്ള യുവാക്കളും തലമുതിർന്നവരുമൊക്കെ ആവശ്യപ്പെടുകയായിരുന്നു. അതിൻ്റെ ഓരോ വിഷയങ്ങളിലും നമ്മൾ ഓരോ കാലത്ത് ഓരോ നിർബന്ധങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ താമസിച്ചു പോയതുമാണ്. അൽഹംദുലില്ലാഹ് സമയം ഇന്നാണ് നമുക്ക് ലഭിച്ചത്. ഇപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രയത്നിച്ച നമ്മുടെ ഷൗക്കു, അതുപോലെ തന്നെ നവാസ്, മുജീബ് തുടങ്ങിയ ഒരു കൂട്ടം പ്രവർത്തകന്മാർ, ഹീറോസിൻ്റെ പ്രവർത്തകന്മാർ, അവർ മുക്തകണ്ഠം അവരെ ഞാൻ പ്രശംസിക്കുകയാണ്. അവരാണ് ഇതിനെ ഈ രൂപത്തിൽ ക്രോഡീകരിക്കുകയും അതുപോലെ തന്നെ ഫിനാൻഷ്യലി അത് തിരിച്ചെടുക്കുകയും ചെയ്തവരാണവർ. അപ്പോൾ അവരെ ഈ അവസരത്തിൽ വളരെ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇത് പ്രൗഢഗംഭീരമായ ഒരു പരിപാടിയാക്കി മാറ്റേണ്ടതായിരുന്നു. പക്ഷേ അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഏതാനും മാസങ്ങൾക്ക് ശേഷം നമ്മുടെ ഹീറോസിൻ്റെ ഒരു വാർഷികം എന്നോണം ഒരു വലിയ പരിപാടി നടത്തി അതിനെ അനുസൃതമായ സാമൂഹികമായ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ പരിപാടി നടത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ നമ്മുടെ സംസ്കാരവും അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ രീതിയും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് വളരെ അച്ചടക്കത്തോടുകൂടെ മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന വിധത്തിലുള്ള ഒരു ഇടപെടലായിരിക്കണം നമ്മുടെ ഭാഗത്തു നിന്നും ഇവിടെ ഉണ്ടാകേണ്ടത്. അതിന് എല്ലാവരുടെയും സഹായവും സഹകരണവും കാക്ഷിക്കുകയാണ്. ഇത് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. എല്ലാവരും ആശംസിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആൾക്കാർക്കും ആശംസ അറിയിക്കും. അതുപോലെ നമുക്ക് ഇത്രയും നല്ല രീതിയിൽ ക്ലബ്ബ് പിന്നെ ഇവിടെ ഏർപ്പാടാക്കാൻ വേണ്ടി സാധിച്ചത് വളരെ അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. അതിനുവേണ്ടി സഹായിച്ച നമ്മുടെ പ്രവാസികളായാലും അതുപോലെ നാട്ടിലുള്ളവരും നല്ല രീതിയിലുള്ള സഹകരണം ഉണ്ടായിട്ട് അവർക്ക് എല്ലാവർക്കും ഈ ക്ലബിൻ്റെ പേര് പ്രത്യേക നന്ദി അറിയിക്കുവാൻ ആശംസകൾ. ക്ലബ്ബ് നല്ല രീതിയിലൂടെ സജ്ജീകരിച്ച എല്ലാവർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. എല്ലാവരെയും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും ഈ പരിപാടിക്ക് നേർന്നു.